പോകുന്നതിന് മുന്നേ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ഇട്ട് വരാം. അപ്പം ഇവിടെ നല്ല അപ്പോൾ 2 മണി ഇരിക്കണം. ഓക്കെ, അപ്പം നമ്മള് ഉറങ്ങണ്ട. അല്ല, അങ്ങനെ നമുക്ക് കാര്യം ചെയ്യാം. 4:30 ഇവിടെ നിന്ന് ഇറങ്ങാം. എന്നിട്ട് ഞങ്ങൾ അവിടെ ആ 4 മണി ചെറുതായിട്ടൊന്ന് 6 മണിയായി, അത്രേ ഉള്ളൂ. അത് പിന്നെ തികച്ചും സ്വാഭാവികമാണല്ലോ. ഈ ട്രിപ്പ് എങ്ങോട്ടാന്ന് പറഞ്ഞില്ലല്ലോ. ഊട്ടി വരെ, മസനഗുഡി വഴി ഒന്ന് ഊട്ടി പോയിട്ട് വരാം. കൂടെ ഉള്ളത് നമ്മളെ സ്വന്തം രാവിലേട്ടനും അമ്മുച്ചേച്ചിയും, പിന്നെ നമ്മളെ നമിക്കുട്ടിയും. ഞങ്ങൾ ഏറെക്കുറെ സെയിം വൈബ് ടീംസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ മുഴുവൻ കുറേ മണ്ടത്തരങ്ങൾ കേൾക്കേണ്ടിയും അതുപോലെ തന്നെ കാണേണ്ടിയും വരും കേട്ടോ. ആനേനൊക്കെ ഇങ്ങനെ മുന്നിൽ കാണുമ്പോൾ തന്നെ പേടിയാണ്. പിന്നെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാനുള്ള ധൈര്യം കിട്ടുന്നത്. ചോക്കറ കൂട്ടെ അയ്യോടാ, എന്തൊരു ഓമനത്താലേ. നമുക്ക് വയറ് നിറച്ച് നിന്നോണ്. ഈ ഉണക്കാനിട്ടത് എന്താന്ന് ആദ്യം ഞങ്ങൾക്കും മനസ്സിലായില്ല. എന്നാലും കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഞങ്ങൾ പറഞ്ഞു. അവസാനം ഞങ്ങൾ അവിടെയുള്ള ആൾക്കാരോട് തന്നെ ചോദിച്ചു. അത് വേറെ ഒന്നുമല്ല, അതാണ് മുതിര. നമ്മളൊക്കെ പോകുന്ന വണ്ടി കയറിയിട്ട് അത് അതുമ്പോൾ ഇങ്ങനെ അടർന്നു പോരും. വാട്ടേൻ ഐഡിയ, എന്തൊരു ലാഭമുള്ള പരിപാടി. ഇറങ്ങാനുള്ളൊരു ശ്രമമൊക്കെ ഞങ്ങൾ നടത്തി നോക്കി. ദേ കിടക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, അവർ ഞങ്ങളെ ഓടിക്കുകയും ചെയ്ത്. പണിയാണല്ലോ. ഓക്കെ, മിക്ക മക്കളെ ഇതിനൊക്കെ ഞാൻ ഒരു പകരം വിട്ടലുണ്ട്. ഞാനിങ്ങനെ കാവടി തുള്ളി വരും ഹോസ്പിറ്റലിലേക്ക് ഇവിടെ കിടക്കുന്ന കാണാൻ വേണ്ടിട്ട്. ചട്ടനും പോയേ പൊട്ടനും പോയേ 5 ഇഡലിയും 10. ക്ഷീണം പിടിച്ചാണ്ടോ ഒന്ന് കഴിക്കായിട്ട് ഇഡ്ഡലി കഴിച്ചാൽ വൈറ്റമിൻ എ കിട്ടും. കൈ വൈറ്റമിൻ വേണ്ട. ന്യൂ ഇൻഫർമേഷൻ ആണ് കേട്ടോ രാവിലേട്ടൻ പകർന്നത്. പാവണ്ടാവും, ഒരച്ഛൻ്റെ രോദനമാണത്. പല അച്ഛനമ്മമാർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. വയറ് നിറഞ്ഞു, യാത്ര ആരംഭിച്ചു. ഇതാണ് മസനഗുഡി വഴിയുള്ള കാഴ്ചകൾ. ഊട്ടിയിലെത്തിയിട്ട് ആദ്യം പോയത് നമിക്കുട്ടീനെ ഓണാക്കാനാണ്. സ്വിച്ച് ഇട്ടപ്പോൾ ഓണായതേ ഈ ടീ. കുട്ടികളായിട്ടും കുട്ടികളെ മാറാത്ത 2 എണ്ണം. അപ്പൊ ഇതോട് കൂടിയിട്ട് ഇന്നത്തെ ഊട്ടി വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.